ജയൂണും ഒന്നും തന്നെ ഓർഡർ ചെയ്തില്ലെങ്കിലും അവൻ അവൾക്ക് വേണ്ടി ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഫുഡ് അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെനുവിൽ ഫുഡ് നോക്കുന്ന അവളും ആ ഫുഡിന് $230 ആണെന്നൊക്കെ മനസ്സിലാക്കി മൊത്തത്തിൽ ഞെട്ടുന്നു. എന്തായാലും ഇത്തവണ ഇത് നിന്റെ ട്രീറ്റ് ആണെന്നുള്ള രീതിക്കാണ് അവളും പറയുന്നത്. ഈ സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരു ടേബിളിൽ ചെറിയ രീതിക്ക് ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീപിടുത്തം കളയുവാനായിട്ട് സണു കുറച്ച് വെള്ളവും കുറച്ച് വെള്ളത്തിന്റെ സ്പ്രേയും കൊണ്ടുവരികയാണ്. പക്ഷേ തന്റെ ജീവിതത്തിൽ താൻ ഇതിനു വേണ്ടിയായിരുന്നു കാത്തിരുന്നിട്ടുണ്ടായിരുന്നെന്നുള്ള രീതിക്ക് ജിയോണു പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു തീയും കെടുത്തുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സൺവുവും ആ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് ടീച്ചറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചറും അത് കണ്ട് വളരെയധികം തമാശയായിട്ടുണ്ട് എന്ന രീതിക്കാണ് പ്രതികരിച്ചത്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടന്നു പോകുന്ന സമയത്തും ഫുഡ് കഴിക്കാറായെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുവാനായിട്ട് ഒരു ലോലിപോപ്പും അവൾക്കായിട്ട് നൽകുന്നു. സ്കൂളിൽ നിന്നും കിട്ടുന്ന ഫുഡൊന്നും ആയിരുന്നില്ല അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്കൂളിലെ ഫുഡ് എല്ലാം തന്നെ വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നൊക്കെ അവളും അറിയിക്കുന്നുണ്ട്. കൂടാതെ അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ അവനും നേഴ്സിംഗ് റൂമിൽ പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്ന രീതിക്ക് അവനും അറിയിക്കുന്നു. സീലിംഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തുന്ന രീതിക്കുള്ള കുറച്ച് സ്റ്റാർസ് എല്ലാം തന്നെ അവളും നൂറയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നു. അവള് വളരെയധികം ബ്രില്യന്റ് ആണല്ലോ. അങ്ങനെയിരിക്കെ അവൾക്ക് എന്താകുവാനായിട്ടാണ് ആഗ്രഹം എന്ന രീതിക്ക് അവൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി എന്ന രീതിക്കാണ് അവൾ പറയുന്നത്. അങ്ങനെ അവരും ഒരുപാട് കമ്പനിയാകുന്നു. അങ്ങനെ ഇരിക്കെയായിരുന്നു വലിയൊരു സംഭവം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് സൺവൂനെ മറ്റൊരു പെണ്ണിന്റെ ഒപ്പം മോട്ടലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന രീതിക്ക് ഒരു റൂമർ പരക്കുകയാണ്. അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന പ്രിൻസിപ്പളും ഇപ്പോൾ അവനെ വന്ന് തല്ലുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വിശ്വസിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ജിയോടും അവൻ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മോട്ടലിന് മുമ്പിലായിട്ട് അവനെ കാത്തു നിൽക്കുകയാണ്. മാത്രല്ല സോക്ചുവും അവിടെ എത്തുന്നു. നിനക്കെന്താ സൺവുവിന്റെ അടുത്ത് ഇഷ്ടമാണോ? അതുകൊണ്ടാണോ സൺവു ഇവിടെ വരുന്നുണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് നീ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് സോക്ചുവും അവളുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സൺവുവും എത്തുന്നു. സൺവു ആകട്ടെ താൻ ആ മോട്ടലിൽ താമസിക്കുവാനായിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയതായിരുന്നില്ല. മറിച്ച് തന്റെ രാത്രിയിലുള്ള പാർട്ട് ടൈം ജോബ് ഇവിടെയാണ്, ഇവിടെ ഡെസ്കിലാണ് താൻ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം അവരുടെ അടുത്തായിട്ട് അറിയിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവളും ഒരുപാട് ഹാപ്പി ആയിട്ട് അവനും കുടിക്കുവാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ നൽകുന്നുമുണ്ട്. ഇപ്പോൾ സണുവിന്റെ അച്ഛനും അവനെ കാണുവാനായിട്ട് എത്തുകയാണ്. അതായത് സണുവിന്റെ അച്ഛൻ വീണ്ടും വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് പോവുകയാണല്ലോ. അതിനെക്കുറിച്ചൊക്കെ പറയുവാനായിട്ടായിരുന്നു പുള്ളി എത്തിയതും. കൂടാതെ ആ സോക്ചുവിന്റെ അമ്മയ്ക്ക് ഒരുപാട് പണം ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെയുള്ള നമ്മുടെ കടങ്ങളെല്ലാം തന്നെ നമുക്ക് വീടുവാനായിട്ട് സാധിക്കും. പിന്നെ സോക്ചുവിന്റെ അമ്മയോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിന്നെ കൂടി അവരുടെ വീട്ടിലേക്ക് കൂട്ടുവാനായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഒന്നിച്ച് അവിടെ താമസിക്കാം. കൂടാതെ നിന്റെ അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് വരുന്ന രോഗമൊക്കെ വന്നിട്ടല്ലേ അമ്മ മരിച്ചു പോയത്. അതിന് ഒരുപാട് പണമൊക്കെ ചെലവാകുന്നതായിരിക്കും. നിനക്കും അതേ അസുഖം വരികയാണെങ്കിൽ എനിക്ക് നിന്നെ നോക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സോക്ചുവിന്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന രീതിക്കൊക്കെ തന്നെ അച്ഛനും സംസാരിക്കുന്നു. കൂടാതെ അവരുടെ ഫാമിലിയിൽ പെടാത്ത ഒരാളാണ് നൂറി. അതുകൊണ്ട് തന്നെ നൂറിനെ നമുക്ക് ഓർഫനേജിലൊക്കെ ചേർക്കാമെന്ന രീതിക്ക് കൂടി പറയുമ്പോഴത്തേക്കും അത് അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും നൂറിയും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അച്ഛൻ ഞങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു ആവശ്യവുമില്ല. അച്ഛന് പുതിയൊരു ലൈഫൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അവിടെ പോയാൽ മതി. ഞങ്ങളെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യരുത് എന്ന രീതിക്ക് മാത്രമായിരുന്നു അവനും അച്ഛനോട് പറഞ്ഞത്. സൺവുന്റെ മനസ്സിൽ ഒരുപാട് ടെൻഷൻസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നൂറിക്ക് ക്ലാസ് ഇല്ലാഞ്ഞിട്ട് പോലും നൂറിനെ അവനും ഒരുക്കുന്നു. അങ്ങനെ ഇരിക്കെ നൂറിയും എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന്റെ ഒപ്പം അമ്യൂസ്മെന്റ് പാർക്കിലും പോകുന്നു. എനിക്ക് നടന്നു മടുത്തു. ഞാൻ ഇവിടെയെങ്ങാനും ഇരുന്നോളാം. ചേട്ടൻ പോയി എനിക്കൊരു ഐസ്ക്രീം ഒക്കെ മേടിച്ചോണ്ട് വാ എന്ന് നൂറി പറയുമ്പോഴത്തേക്കും അവനും ഐസ്ക്രീം മേടിക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷേ ഐസ്ക്രീം മേടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ നൂറിനെ കാണുന്നുണ്ടായിരുന്നില്ല. അവനും അവിടെ ഉണ്ടായിരുന്ന ഓരോരോ ആൾക്കാരുടെ അടുത്ത് നിന്നിട്ട് നൂറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് ആർക്കും തന്നെ അറിയിക്കുകയുമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ നേരത്തിന് ശേഷമാണ് അമ്യൂസ്മെന്റ് പാർക്കിലെ ഒരു സ്റ്റാഫ് ടോയ്ലറ്റിൽ ഒളിച്ചിരിക്കുന്ന നൂറിനെയും കണ്ടെത്തുന്നത്. പിന്നീട് അവൻ നേരത്തെ തന്നെ ഇതുപോലെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവനാണ് ആ കുട്ടിയുടെ ഗാർഡിയൻ എന്ന് മനസ്സിലാക്കുന്ന അവരും അവന്റെ അടുത്തായിട്ട് തന്നെ കുട്ടീനെയും തിരിച്ചു കൊണ്ടുവന്ന് വിടുന്നു. ചേട്ടൻ ഞാൻ കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ടായിരുന്നു ഞാനും ഇങ്ങനെ ചെയ്തത്. ഞാൻ ചേട്ടന്റെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഒരിക്കലും ഇത്രയ്ക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് മനഃപൂർവ്വമായിരുന്നു ഇത് ചെയ്തതെന്നുള്ള കാര്യം എല്ലാം തന്നെ ചേട്ടനെ അറിയിക്കുമ്പോഴത്തേക്കും ചേട്ടനും ഒരുപാട് വിഷമിക്കുകയാണ്. എന്റെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നീ കാരണമാണ് ഞാൻ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവനും അവളെ ചേർത്ത് പിടിക്കുന്നു. സൺവുവും ജെയുണും കൂടുതൽ ക്ലോസ് ആവുന്നു. അവർക്ക് വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെയായിരുന്നു ജെയുൺ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ബാങ്കിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും അവളും അവന്റെ ഒപ്പം ബാങ്കിൽ പോകുന്നു.
സോപ്ചുന്റെ അമ്മ എല്ലാ മാസവും കൃത്യമായിട്ടൊരു എമൗണ്ട് അവന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. അവന് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ പോലും ആ ഒരു പണം എടുക്കുവാനുള്ള അഭിമാനക്കുറവ് തനിക്ക് ഉണ്ടെന്ന രീതിക്ക് അവനും അവളെ അറിയിക്കുന്നു. ഈ ഒരു സമയത്ത് പണമല്ലേ അത് നമുക്ക് എടുത്തുകൂടെ? ഞാൻ എന്റെ അമ്മയോട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് അമ്മ തരുന്ന പണം കൃത്യമായി ഞാൻ എടുക്കാറുണ്ട് എന്ന രീതിക്ക് ജിയോണും പറയുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ട് അവർ ബാങ്കിൽ പോയി സ്ഥിരമായി കിട്ടുന്ന എമൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. രണ്ടാമതായിട്ട് അവർ ഒന്നിച്ച് ബുക്ക് സ്റ്റോറിലാണ് പോകുന്നത്. ബുക്ക് സ്റ്റോറിൽ വെച്ചിട്ട് ഒരു പേന തന്നെ അവൻ നോക്കിയിട്ട് അത് കാണുവാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് മേടിക്കാതിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുകയാണ്. കൂടാതെ അവിടെ അവന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തതുമായിരുന്നു. സോ ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്ന അവളും അതിൽ നിന്നും ഒരു ബുക്ക് മേടിച്ചിട്ട് ആ ഒരു പേനയും മേടിച്ചിട്ട് അവന് നൽകുന്നു. അതായത് ആ ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് അവന്റെ തന്നെ ബുക്കിൽ ഒരു സിഗ്നേച്ചർ തരാമോ എന്ന രീതിക്കായിരുന്നു അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 2 ബ്രേസ്ലെറ്റ് കൂടി അവന് സമ്മാനമായി നൽകുന്നു. അടുത്തതായിട്ട് എവിടെ പോകുമെന്ന് ആലോചിച്ച് അവർ നിൽക്കുന്ന സമയത്താണ് കടൽ എന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിലും വന്നിട്ടുണ്ടായിരുന്നത്. സോ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ബസ്സിൽ പാട്ടൊക്കെ കേട്ട് പോയിട്ട് ഇപ്പോൾ കടലിന് മുമ്പിലും എത്തുന്നു. അവിടെ വെച്ച് കുറച്ച് ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്ന അവൾക്ക് ആ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന അവനും അത് അവൾക്ക് മേടിച്ചും കൊടുക്കുന്നു. ഞാൻ നിന്റെ ഒപ്പമുള്ള സമയത്ത് എന്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഞാൻ മറന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊന്നിച്ച് ഡേറ്റിങ്ങിന് പോയാലോ എന്ന രീതിക്ക് ജിയോൺ ചോദിക്കുകയാണ്. കൂടാതെ ജിയോണും അവനെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും തടയുന്നു. അവനും ഇതൊന്നും താല്പര്യമില്ലാത്ത രീതിക്കായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവന്റെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോഴത്തേക്കും അവന് തന്നെ ഇഷ്ടമാണ് എന്നാണ് അവൾ കരുതിയിട്ടുണ്ടായിരുന്നതും. അങ്ങനെയിരിക്കെ നിനക്കപ്പോൾ എന്നെ ഇഷ്ടമില്ലായിരുന്നു എന്ന രീതിക്ക് അവളും ചോദിക്കുകയാണ്. എനിക്ക് നിന്നെ അല്ല ഇഷ്ടമില്ലാത്തത്, മറിച്ച് എന്നെ തന്നെയാണ് എന്ന രീതിക്ക് അവൻ മറുപടി പറയുന്നുണ്ടെങ്കിലും അവൾ മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം തന്നെ അവളെ ഉപേക്ഷിച്ചതിന് ശേഷം അവളും വീട്ടിലേക്ക് മടങ്ങുന്നു. പക്ഷെ അവനും ആ ഫ്ലവേഴ്സ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തനിക്കിപ്പോൾ പ്രണയിക്കുവാനായിട്ട് പറ്റിയൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവളുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും തനിക്ക് യഥാർത്ഥത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നുവെന്നും അവനും നൂറയുടെ അടുത്തായിട്ടും പറയുന്നു. ജിയോണും വീട്ടുകാരും അത്യാവശ്യം നല്ല നിലയ്ക്കൊക്കെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കടബാധ്യതയൊക്കെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു മാത്രമേ പണമൊക്കെ ഉപയോഗിക്കാവൂ എന്ന് അവളുടെ അമ്മയും അവളുടെ അടുത്തായിട്ട് പറയുന്നു. അവളും പഠിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ മുഴുവൻ സൺവു ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളും ഇപ്പോൾ സൺവുവിനെ കാണുവാനായിട്ട് മോട്ടലിലേക്കും എത്തുന്നു. നീ എന്തുകൊണ്ടായിരുന്നു എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ജിയോൺ ചോദിക്കുന്നത്. കൂടാതെ ആ ഒരു മോട്ടലിലെ ബോസിനെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും ഇവളെ നിന്നെയും കൂടി ഒന്നിച്ചിവിടെ വെച്ച് കണ്ടുവെന്നായിരുന്നു ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൾ ഒരുപാട് കാശുകാരിയാണെന്ന് തോന്നുന്നല്ലോ. ഇവളാണോ എല്ലാ മാസവും നിനക്ക് പണമൊക്കെ അയച്ചു തരുന്നതെന്നൊക്കെ അവന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. അതായത് ശരിക്കും സോക്ചുന്റെ അമ്മയാണ് പണം അയച്ചു കൊടുക്കുന്നതെന്ന കാര്യം അവൾക്ക് അറിയിക്കില്ല. പക്ഷെ ആരോ ഒരാൾ പണം അയക്കുന്നുണ്ട് എന്ന് മാത്രമേ അറിയിക്കുള്ളൂ. അതുകൊണ്ടാണ് അവളും ഇതുപോലെ ഓരോരോ കാര്യം ചോദിക്കുന്നത്. അവളുടെ മനസ്സിൽ അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളും അതെല്ലാം തന്നെ മനസ്സിൽ കൊണ്ടുവന്ന് നടന്നിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കാതെ പോയതാണെന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ഞാൻ നിന്നെ കിസ് ചെയ്യാത്തത് കൊണ്ടാണോ ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത്? ഇപ്പോൾ ഒരു കിസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് പഴയതുപോലെ പഠിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് അവനും ചോദിക്കുന്നു. അവളും സംശയം തോന്നിയത് കൊണ്ട് തന്നെ അവനെ കിസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു കിസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നീ ഇവിടെ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. നീ വീട്ടിൽ പോയി മര്യാദയ്ക്ക് പഠിക്കുവാനായിട്ട് നോക്കുക എന്നൊക്കെ സൺവോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന അവൾക്കും ദേഷ്യമൊക്കെ തോന്നിയിട്ട് ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാണുവാനായിട്ട് വരികയില്ല എന്ന് പറഞ്ഞ് അവളും പോകുന്നു. അവളുടെ ആഗ്രഹം പോലെ തന്നെ SNUവിൽ പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും വളരെ കഷ്ടപ്പെട്ട് സ്കോളർഷിപ്പ് ഒക്കെ മേടിച്ചിട്ടായിരുന്നു താൻ പഠിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിട്ട് തന്നെ അവളും ഉറങ്ങി പോവുകയാണ്. അവളും ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും നടക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൾ ഉണ്ടായിരുന്നതും. ഇപ്പോൾ അവനും അവളെ എടുത്തുകൊണ്ട് പോയിട്ട് ടാക്സി സ്റ്റോപ്പിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. നേരത്തെ നീയും ഞാനും ടെറിനും കൂടി ചേർന്നിട്ട് ഒരു ഷോ ഒക്കെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ആ ഒരു ഷോയുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നീ തയ്യാറാണോ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഒരു പണക്കാരനാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നീ തയ്യാറാണെങ്കിൽ അതിൽ അഭിനയിക്കുവാനായിട്ട് ഞാനും ഒരുക്കമാണെന്നുള്ള രീതിക്ക് അവനും പറയുന്നു. സോ ഇപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.